ഹേ പീപ്സ്, വെൽക്കം ബാക്ക് ടു രാഗ്സ് അൺഫോൾഡഡ്. സോ ഇന്നും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം നടക്കുകയാണ്. അതായത് തിര മഹോത്സവം ശ്രീ തെയ്യുളിൽ കുട്ടിച്ചാത്ത ക്ഷേത്രത്തിൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഓണം, വിഷു, ക്രിസ്മസിനെക്കാളും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഉത്സവമാണ്. അത് ഒരു നാടേ ലൈക്ക് ഈ ഒരു ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്യും. ഒരു കൊല്ലത്തെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇങ്ങനൊരു ഉത്സവം വരെ എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. കുറച്ച് കാലത്തേക്ക് ആരും നിങ്ങൾക്ക് വിളിച്ചാലും കിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ. കാരണം എല്ലാവരും ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പ്രവാസികൾ, പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന, പക്ഷേങ്കിൽ പല ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പല സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പലരും കഷ്ടപ്പെട്ട് ലീവ് എടുത്തിട്ട് വരും. ഉത്സവം ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് നമ്മളൊരിക്കലും സ്കിപ്പ് ചെയ്യില്ല. പിന്നെ ആദ്യമായിട്ട് പോകുന്നവർക്കൊന്നും പറ്റില്ല അല്ലേ. അതായത് പോയിട്ട് അത്ര പ്രവാസികളായിക്കോട്ടെ, പോയിട്ട് അത്ര ആയ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് വരാൻ പറ്റില്ല. അന്നേരത്ത് അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ടൈമാണിത്. ഇനിയിപ്പോൾ ഉത്സവത്തിൻ്റെ സീസണാണല്ലോ എല്ലായിടത്തും. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചത് ഞങ്ങളെ തറ എങ്ങനെയാണ്, ഞങ്ങളല്ല അമ്പലത്തിലെ തറ മഹോത്സവം ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഈ പഫി ഫേസ് ഒന്ന് ഇഗ്നോർ ചെയ്യണം. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇനി കുളിച്ച് അമ്പലത്തിൽ പോകണം. പിന്നെ ഞങ്ങൾക്കിവിടെ തറ നടക്കുന്ന 3, 4, 5 ഈ തീയതികളിലാണ്. സോ ഇന്ന് 3-ാം തീയതി ഫെബ്രുവരി എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അന്നദാനമുണ്ട്, നട്ടത്തറയുണ്ട്, കലശമുണ്ട്. കലശം എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് യെസ്, ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ദെൻ നമുക്ക് ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചെന്ന് പോയി കണ്ടിച്ചു വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇത് 3 ദിവസം ഇൻക്ലൂഡിങ് 2-ാം തീയതി കവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതായത് എനിക്ക് എത്രത്തോളം മഹോത്സവം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മൾ 4-ാം തീയതി ഫുൾ ഉറക്കമൊഴിയേണ്ടി വരും. കഴിഞ്ഞ കൊല്ലമല്ല ഉറക്കമൊഴിഞ്ഞു, പക്ഷേ ഇക്കൊല്ലം ഇങ്ങനെയാണെന്ന് അറിയില്ല. ഒന്നാമത് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊന്നും ഇല്ല, എൻ്റെ ചേച്ചിമാരൊന്നും ഇല്ല. എല്ലാവർക്കും വർക്കിംഗ് ഡേ ആണ്. പിന്നെ ഒരു ചേച്ചി UK-യിലാണ്. സോ വരാൻ പറ്റില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ നോക്കാം, ഞാൻ ശ്രമിക്കും. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ കാണാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ഇതെല്ലാം കവർ ചെയ്ത് തരും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനും അമ്മയും ഫെബ്രുവരി 2-ാം തീയതി രാത്രി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളിത് കാണുന്നത് നമ്മൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. അമ്പലം ഫുള്ള് ഒരുങ്ങാണ് തറയ്ക്ക് വേണ്ടിയിട്ട്. സോ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അമ്മ, അതായത് എൻ്റെ അമ്മ അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നാളെ അന്നദാനം ഉണ്ട്. അതായത് ഫെബ്രുവരി 3-ാം തീയതി അന്നദാനമുണ്ട്. അതിന് വേണ്ടിയിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മുറിച്ചിടാനും അതിനൊക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ നാളെ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെയാണ്. സോ പിന്നെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ മൂത്തമ്മേൻ്റെ അടുത്ത് പോയി. അതാകുമ്പോൾ എനിക്ക് രുദ്രൂസിൻ്റെ കൂടി കളിക്കാമല്ലോ. കുറച്ച് നേരം ഞാൻ രുദ്രൂസിൻ്റെ കൂടി കളിച്ചു. പിന്നെ അമ്മ എന്നെ കൂട്ടാൻ വന്നിട്ടാണ് കേട്ടോ വന്ന്. അത് നിങ്ങൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇന്നത്തെ വിശേഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി 3-ാം തീയതി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ പോകണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. സോ ഇതാണ് നമ്മുടെ അമ്പലം. അടിപൊളിയായിട്ടില്ലേ, ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട്. ഇന്നലെ രാത്രി വരെ എല്ലാവരും കൂടെ ഇരുന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തു. ഒരുപാട് ലേറ്റായി എന്നാണ് വെളിച്ചം പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു വഴിപാടുണ്ട്, അതായത് കാളനെ കുളിപ്പിക്കൽ. പിന്നെ കലശമുണ്ട്. എൻ്റെ കലശം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എനിക്ക് എക്സാമിന് പാസ്സാവണമെങ്കിലൊക്കെ ഞാൻ കുട്ടിച്ചാത്തനോട് പ്രാർത്ഥിച്ചിട്ട്, കുട്ടിച്ചാത്ത ഒന്ന് എന്നെ എക്സാമിന് പാസ്സാക്കി തരണേ, എന്നാൽ ഞാൻ കാളനെ കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോഴും ഞാൻ പറയും എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തീർന്നു പോയി, പക്ഷേ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു.
സോ ഇനി കലശമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇനോഗ്രേഷൻ സെറിമണി സ്റ്റാർട്ടായി. അതായത് പുതിയതായിട്ട് അണിയറ പണിതിട്ടുണ്ട്. സോ അതിൻ്റെ ഇനോഗ്രേഷനാണ്. ആരാ ഇനോഗ്രേറ്റ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ KR ബേക്സിൻ്റെ ഓണറായ KR ബാലസുബ്രഹ്മണ്യൻ സാറാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. സോ നമ്മുടെ അമ്മമാർക്ക് ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. അമ്മമാർ മാത്രമല്ല ചേച്ചിമാർക്കും മഞ്ഞ സാരിയാണ് അവിടെ ഡ്രസ് കോഡ്. സോ അത് ഇനോഗ്രേഷൻ പോയി കണ്ടിട്ട് വരും നിങ്ങൾ. നമ്മുടെ മകളുടെ പേര് വയസ്സ് വെച്ചപ്പോൾ 58 വയസ്സാണ്. അപ്പോൾ കാലങ്ങൾ പലതും കടന്നുപോയി. അതിൻ്റെ ചെറിയ ജീവിതത്തിൽ നിന്നും കേരളത്തിലും തമിഴ്നാടുമായി ഇതുപോലെ പല സ്ഥലങ്ങളിലും അമ്പലങ്ങൾക്കും സാധാരണ ഇതാണ് കേട്ടോ വനിതാ കമ്മിറ്റിയുടെ ഡ്രസ് കോഡ്. നല്ല രസമില്ലേ? ഇവരൊക്കെയാണ് നമുക്ക് വിളമ്പി തരാൻ പോകുന്നത്. ഇനി നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ അമ്മമാരും ചേച്ചിമാരൊക്കെ. ഫുഡിന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ക്യൂ ഒന്നും അധികം നിന്നിട്ടില്ല. ഞാൻ നല്ല ക്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഞാനങ്ങ് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അമ്മയ്ക്ക് വിളമ്പുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ അമ്മേനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വേറെ കൗണ്ടറിൽ നിന്നാണ് ഫുഡൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. ഇപ്പം നിങ്ങൾ ഇനോഗ്രേഷൻ വരെയുള്ള വീഡിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന വരെ വീഡിയോ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഫുഡ് കഴിക്കാൻ പോയപ്പം വലിയ ക്യൂ ആയിരുന്നു. സോറി, ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന എൻ്റെ റിലേറ്റീവ് ചേച്ചി തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ മെല്ലെ ഞാൻ അവരുടെ വേഗം കയറി എൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മെല്ലെ ഞാൻ ഫുഡ് കൗണ്ടർ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് അയ്യോ സീറ്റൊന്നുമില്ല, എങ്ങനെ ഇരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെയും എൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഞാൻ പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഞാൻ ചടപടേന്ന് എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് മൂത്തമ്മയും മൂത്തച്ഛനൊക്കെ പോയത്. അവർ പറയാം അവർക്കും അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവരും കഴിച്ചിട്ട് വന്നു. അപ്പം ഞങ്ങളൊക്കെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വൈകുന്നേരം എല്ലാവരും വരും. ഇപ്പം ഈ വീട്ടിൽ ഫുൾ ഗസ്റ്റാണ് കേട്ടോ. ഞാൻ മൂത്തമ്മേൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ തെറ ആകുമ്പം മൂത്തമ്മയും ഇതിൻ്റെ അപ്പുറത്ത് തന്നെ എൻ്റെ അമ്മയുടെ ചേച്ചീൻ്റെ വലിയമ്മേൻ്റെ വീട് അപ്പുറത്തിപ്പുറത്താണ്. സോ തെറേൻ്റെ സമയത്ത് തന്നെ ഞങ്ങളെപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും, വേറെ എവിടെയും ഞങ്ങൾ പോകില്ല. ഇവിടെയാണ് ഞങ്ങൾക്ക് തെറ എല്ലാ കൊല്ലം ഉണ്ടായിരുന്നുള്ളത്. സോ അപ്പം അങ്ങനെയൊക്കെയാണ്. വൈകുന്നേരം ഞാൻ ആദിച്ചിനെ കൂട്ടാൻ പോകും. മേ ബി അങ്ങനെ കൂട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതും ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ആദിച്ചിനെ കൂട്ടിയിട്ടോ. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നാളെ ലീവ് എടുക്കുന്നവർക്ക് അറിയാൻ തോന്നുന്നു. ആദിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചന്തയിൽ പോകണം, ബലൂണ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം തന്നെ ചന്തയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ. ഇത് വേണം അത് വേണം നോക്കുമ്പോൾ എല്ലാം അവരുടെ അടുത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഐറ്റംസാണ് വാങ്ങിച്ചത്. രുദ്രൂസിനെയും കൂടെ കൂട്ടണം എന്ന് വിചാരിച്ചു, പക്ഷെ അവൻ അവിടെ ഉറങ്ങായിരുന്നു. പിന്നെ അവന് കൊടുക്കുകയാണ് ചെയ്തത്. ഹലോ ഗൈസ്. ഓക്കെ, എന്നാ പരിപാടി? അമ്പലത്തിനടുക്കാൻ തറ അത്ര തന്നെ. ഞങ്ങള് തറയെന്ന് വാങ്ങിച്ച സാധനങ്ങൾ കളിക്കുവായിരുന്നു. ബലൂൺ വാങ്ങിയത്. ഓക്കെ ഫൈൻ. ഇനി രുദ്രച്ചിന്റെ പേര് പറഞ്ഞു കൊടുക്ക് എല്ലാവർക്കും. എന്താ അതിന്റെ പേരെന്താ? രുദ്രവ്. ഇനി നിന്റെ പേര് പറ. ഓക്കെ ഗായ്സ്, നമുക്ക് ഇനി എപ്പം കാണാം? നാളെ കാണാന്ന് പറ എല്ലാവരോടും. ആദിച്ചു പറ, നാളെ കാണാം. സോ അവർ വാങ്ങിച്ച സാധനം വെച്ച് ഫ്ലെക്സ് ചെയ്യുന്ന കേട്ടോ നിങ്ങളിത് കാണുന്നത്. സോ വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അമ്പലത്തിൽ ഒരു രാത്രിയാകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അതിൻ്റെ ക്ലിപ്പിംഗ് ആണ് നിങ്ങളീ കാണുന്നത്. സോ കണ്ടിട്ട് വരും. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട. ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യും, ഇനി അറിയില്ല എങ്ങനെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് അന്നേരത്തെ എന്താ വരിക എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ
നെക്സ്റ്റ് വീഡിയോ, കാരണം ഭയങ്കര ലെങ്ത് ആയിരിക്കും, ഭയങ്കര ബോറാവും. അതുകൊണ്ട് ഒരു പാർട്ട് 1 ആയിട്ട് ഇങ്ങനെ പാർട്ട് 1 2, 3 തീയതികളിൽ നടന്ന സംഭവം. ഇനി പാർട്ട് 2 4, 5 രാവിലെയോടെ എല്ലാം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവസാനിക്കും. സോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടിടാമെന്ന് വിചാരിക്കുന്നു. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുവരെ ബൈ ബൈ.